ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. അയ്യോ, PR വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ വേണം പറയാൻ. PR സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് പ്രമോകളിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഈ ആഴ്ച മാറ്റി വയ്ക്കുകയാണ്. എഗെയിൻ പ്രമോ പ്രോമിസ് തന്നെ ആയിരുന്നു. കറക്റ്റായിട്ട് ലാലേട്ടൻ പലരുടെയും PRനെ കുറിച്ചും ഗെയിമിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ നൈസായിട്ട് ഒരാൾ രക്ഷപ്പെട്ടു. കൂടി അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് വരാം. ഇതില് മെയിനായിട്ട് ഇവർ ലാലേട്ടന് ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാത്ത സാധനം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ലാലേട്ടൻ ഈ എപ്പിസോഡും ഇറങ്ങിപ്പോയി, പിന്നെയും തിരിച്ചു വന്നു. അയാളുടെ ഒരു ഗതികേട്, ആ മനുഷ്യൻ്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിച്ചത്. ഒട്ടുമല്ലേ ഒരു വഴിക്ക് ലാലേട്ടനും റെസ്പെക്ട് കൊടുക്കാത്ത സംസാരിച്ച് അവർക്ക് ജയിക്കണം, അതന്നെയുള്ള അവരുടെ മെയിൻ പോയിന്റ്. അവർ തമ്മിൽ ജയിക്കണം. ഈ സീസൺ അതൊരു ഭയങ്കര വൃത്തികേടായി മാറിയിട്ടുണ്ട്. ലാലേട്ടത്തെ സുന്ദരകുട്ടപ്പനൊക്കെ ആയി വന്നിട്ട് നിങ്ങൾ ഒരാൾ പോലും റെസ്പെക്ട് കൊടുത്തില്ല. സുന്ദരകുട്ടപ്പനായ റെസ്പെക്ട് ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു, പുലി ഡ്രസ്. അപ്പൊ അനുമോളുടെ PR-ൽ നിന്നാണ് നമ്മൾ പരിപാടികൾ തുടങ്ങുന്നത്. അനുമോള് PR ഇല്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, PR ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. 16 ലക്ഷം ഇല്ലാന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അക്ബർ പറഞ്ഞു കൊടുത്തതാന്ന് പറഞ്ഞിട്ട്. അതായത് അതൊരു അഡ്വാൻസ് കൊടുത്തു, അതിനുശേഷം ബാക്കി പേയ്മെന്റുകൾ പിന്നെ ആസ് പെർ മൈ നോളേജ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇന്ന് നമ്മുടെ വിനു അനുമോളുടെ PR ഞാൻ PR അല്ല, ഐ എം നോട്ട് എ PR എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, അഡ്വാൻസ് ഒരു 50,000 1 ലക്ഷം കിട്ടിയ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ട കാര്യമില്ല, ഇറങ്ങുമ്പോഴല്ലേ വിനു PR എന്നുള്ള പേര് മാറ്റിയിട്ട് അത് വേറെ രീതിക്ക് വേറെന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വേറെന്തോ സംഗതി, റിലേഷൻഷിപ്പ് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇൻവോൾവ്മെന്റ് അങ്ങനത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അനുമോക്ക് PR ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വളരെ ക്ലാരിറ്റിയിൽ പറയാം. അതിനിപ്പോ ആര് PR ഇല്ല, ഞാനല്ല PR എന്ന് പറഞ്ഞാലും അനുമോളുടെ PR തന്നെയാണ്. അതിന് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ ഒരു സൈഡിൽ നിൽക്കട്ടെ. അനുമോളെ പിന്നെ നമ്മള് കൊറേ ദിവസങ്ങളായിട്ട് ഇരുന്ന് പറയണം, ഒഴിവാക്കി അനുമോളെ. കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ PR. ഇപ്പൊ അക്ബറിനോട് PR ഉണ്ടോ ചോദിച്ചപ്പോ അക്ബർ, ആര്യനോട് ചോദിച്ചപ്പോ ഞാൻ ഫോട്ടോ കിട്ടുന്നുണ്ടോ ആര്യ ഒരു സൈഡില്. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഫോട്ടോ അതല്ല, ഞാൻ 100 ഫോട്ടോ വേണ്ടിട്ട്. അതെന്താണ് അനീഷാണ് ഇന്ന് പൊളിഞ്ഞു തുടങ്ങിയത്. ആദ്യം തന്നെ ലാലേട്ടൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, അനീഷ് മോനെ PR ഉണ്ടോ, PR-നെ കുറിച്ച് അറിയോ, PR എന്താ അറിയോ. ഇത്രയും വർഷത്തെ റിസർച്ച് നടത്തിയിട്ടാണല്ലോ ബിഗ് ബോസിൽ വരുന്നത്. നല്ല അടിച്ചിരുത്തൽ, നല്ല ഒന്നൊന്നര അടിച്ചിരുത്തലാണ് ലാലേട്ടൻ അടിച്ചിരുത്തിയത്. സംഗതി നിങ്ങൾ തന്നെ ആലോചിച്ചു. ഈ അനീഷ് അന്തം ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ നിങ്ങൾ തന്നെ ആലോചിക്കും, ഇതിലെവിടെ ലോജിക്ക്? ഇത്രയും ബിഗ് ബോസിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ബിഗ് ബോസ് പഠിച്ചരച്ച് കലക്കി കുടിച്ച് വന്നൊരു വ്യക്തി, സീസൺ 1 മുതൽ പല ഫാൻ പേജുകളിലും ഗ്രൂപ്പുകളിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം എന്താ അറിയോ അനീഷ് പറയുന്നത്, അതിലെനിക്ക് ഡീപ്പ് നോളജ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഡീപ്പ് നോളജ് ഇല്ല എന്ന് എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് PR അറിയാത്ത പ്രശ്നം, എനിക്ക് ഡീപ്പ് നോളജ് ഇല്ല എന്നുള്ളത്. എന്തൊരു മെഴുകല, മെഴുകി പിന്നെ മറ്റതും 3 ദിവസത്തെ സംഗതി കൺഫ്യൂഷൻ ആയതാണ്. 10 ആണോ 12 ആണോ 3 ആണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി പോയതാണ്. ശരിക്കും അനീഷ് അവിടെ പൊട്ടി. ഞാൻ ഇതിന് മുന്നേ കൃത്യമായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷിന് ഒരിക്കലും 3 ദിവസം മുമ്പേ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം വിളിക്കുക അങ്ങനെയാണ്, ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു കോമണർ കണ്ടസ്റ്റന്റിനെ സീസണിന്റെ ഇത്രയും കുറച്ച് മുമ്പ് തന്നെ അവർ പറയും എന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. അപ്പൊ അനീഷ് അവിടെയും പൊളിഞ്ഞു. പിന്നെ അനീഷിന് ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, കൊളാബ്. ഇപ്പൊ ആ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അടക്കം അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഡ്രസ്സുകൾ കൊളാബാണ്, മനസ്സിലായോ? ലാലേട്ടനടക്കം ഓരോ ആർട്ടിസ്റ്റിനും ഓരോ സെലിബ്രിറ്റീസിനും അത് ചിലപ്പോ എന്താ പറയാ, ഒരു ഷോക്കേസിങ് എന്ന് പറയുമോ അതിന്. അപ്പൊ ഒരു ബ്രാൻഡ് ഷോക്കേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസൈനറിനെ ഷോക്കേസ് ചെയ്യുക. അപ്പൊ ലാലേട്ടനൊക്കെ അങ്ങനെയാവും. അതായത് ലാലേട്ടനെയും ഈ ഷോനെയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്
ആൾക്കാരുണ്ടല്ലോ. പേഴ്സണലും കാണും, അല്ലാതെ തന്നെ ഈ ഷോ കൊളാബറേറ്റ് ചെയ്യുന്ന കുറച്ച് ഡിസൈനേഴ്സ് ഉണ്ടാവും, ആ കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റുകൾ. അവര് ലാലേട്ടനായിട്ട് കൊളാബ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഷോനായിട്ട് കൊളാബറേറ്റ് എന്ത് ചെയ്യും, ആ ബ്രാൻഡിന്റെ വാല്യൂ കിട്ടാൻ. അപ്പൊ അതൊരു മോശം കാര്യമൊന്നുമല്ല. ഇത് അനീഷിന് കിട്ടാത്ത നമുക്കൊന്നും പറയാൻ പറ്റില്ല. അനീഷിന് കിട്ടിയ ചെയ്യൂലേ, അല്ല കിട്ടിയ ചെയ്യൂലേ, അതാണ് ചോദ്യം. അനീഷിന് കിട്ടിയ ചെയ്യൂല. അപ്പത്തേക്ക് അനീഷ് പറഞ്ഞതാ, ഞാൻ എന്റെ നാട്ടിലെ കടയിൽ ഞാൻ അനീഷിന് വന്നാൽ, അത് ഞാൻ ഇട്ടാ ബർമൂഡ, ബാക്കിയുള്ളവർ ജഡ്ഡി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അനീഷിൻ്റെത്. അനീഷ് അപ്പൊ പറഞ്ഞ കാശ് കൊടുത്ത് ഞാൻ അവിടെ വെച്ചു. അപ്പൊ അനീഷ് ഇപ്പോ കാശ് കൊടുത്തോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും അവിടെ പോയി കടയിൽ പോയിട്ട് ഇനി അതൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. അനീഷ് ഫാൻസ് അവിടെ പോയിട്ട് കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും ചേട്ടനെ നിർത്തിയിട്ട് ചേട്ടന്റെ കടയിൽ നിന്ന് അനീഷ് കാശ് കൊടുത്തല്ലേ മേടിച്ചേ, അതേ മനസ്സിലായി. ഈ സാധനങ്ങളൊക്കെ ഇനി അവിടെ തന്നെ അനീഷിന്റെ PR-ന്റെ ഒരു ബലം നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അനീഷിന് എന്ത് ചെയ്ത് കംപ്ലീറ്റ്ലി ലാലേട്ടൻ ഒരു സൈഡാക്കി. അതിനിടയിൽ ലാലേട്ടൻ വറുത്ത് തീർത്ത് ബാക്കി കഷ്ണുള്ളത് ആ താത്തി കൊണ്ട് വറുത്തു. പെരിയാർ എന്ന് പറഞ്ഞിട്ടൊരു അടി, അതൊരു 1.5 ഐറ്റായി പോയി 34. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വന്നിട്ട് പാട്ടും പാടി പെരിയാറേ പെരിയാറേ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് മൂപ്പര് കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ തീരുമാനമായി പോയിട്ടുണ്ടായിരുന്നു. അതെ, അതിനുശേഷം വീണ്ടും നമ്മളുടെ ഷാനവാസിലേക്കാണ് ലാലേട്ടൻ ചെന്നത്. ഷാനവാസ് ഇന്നിപ്പോ അനീഷ് തലക്കടി കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാനവാസിന് അടി മാത്രമല്ല, ഷാനവാസിനെ ശൂന്യാകാശത്തേക്കാണ് വിട്ടത്. ഷാനവാസ് കളിക്കുന്ന ഒരു ചീപ്പ് ഗെയിം ഉണ്ട് അതിനകത്ത്. ചീപ്പ് ഗെയിം ഞാൻ പലവട്ടം പറഞ്ഞു. അത് ലക്ഷ്മി അത് ലക്ഷ്മി. അതായത് ഷാനവാസിന്റെ പ്രശ്നം എന്താ പറയുക, ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യാണോ, ഷാനവാസിനെ പറയാണോ, അതായത് ഡേ 1 മുതൽ ഉള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് വന്നിരുന്ന് അത് വിളമ്പിങ്ങോണ്ടിരിക്കുക. ഇന്നിപ്പോ ലാലേട്ടൻ ചോദിക്കുമ്പോഴും ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഞാൻ വിഷമാണ് ശരിക്കും, വിഷം എന്നാണ് അതിന് പറയുന്നത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ചില സീസണിൽ സ്ത്രീകളെയാണ് എല്ലാവരും കൂടി വിഷാക്കി വിട്ടിട്ടുള്ളത്. ഈ സീസണിൽ ഇവനാണ് വിഷം, ഷോനവാസാണ് വിഷം, വൻ വിഷം. എന്തിനാ അതൊക്കെ കൊണ്ടു നടക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് ഏത് രീതിയിലും ഓപ്പോസിറ്റുള്ള ആളെ ത്രട്ടൻ ചെയ്ത് നിർത്തണം, അതാണ് അയാളുടെ ആവശ്യം. ഭീഷണിപ്പെടുത്തി ത്രട്ടൻ ചെയ്ത് അല്ല ഓക്കെ അതൊക്കെ അയാൾ പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷെ റെലവെന്റ് ആയിരിക്കണ്ടേ, റെലവെന്റ് ആവണ്ടേ പറയുന്ന കാര്യം. കാരണം ഒരു വിഷയം തീർന്നിട്ടായിരിക്കും ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. ഇനി തീരാത്ത പ്രശ്നങ്ങളും കാണും, ഇല്ലാന്ന് പറയുന്നില്ല, തീരാത്ത പ്രശ്നങ്ങളും കാണും. ഇപ്പോ നെവിനോട് മര്യാദയ്ക്കായതുകൊണ്ട് ആ വിഷയം വരുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നെവിൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷാനവാസിനെതിരെ പറഞ്ഞോട്ടെ, അപ്പൊ ആ വിഷയം എടുത്തു മറ്റേ. അതാണ് ഷാനവാസ്, അതാണ് ഷോനവാസിന്റെ പ്രശ്നം. അപ്പോ അക്ബറിന് ഇന്ന് കറക്റ്റ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇവൻ എന്തിനാ ഈ അക്ബറിനെ കുത്തിത്തിരിപ്പ്, അല്ലെങ്കിൽ അക്ബറിനെ മറ്റേ എന്താ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണി, വളച്ചു തിരിക്കുക, വളച്ചൊടിക്കുക, ഇതൊക്കെ അക്ബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ലാലേട്ടൻ അതാണ് ക്ലിയർ ചെയ്തു. ആദില് ഷാനവാസ് എല്ലാവരും കൂടി അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞ കാര്യം. ആക്ച്വലി അക്ബർ കണ്ടറിഞ്ഞ് അവിടെ വന്നിരുന്ന് ഇപ്പൊ ബിന്നിയൊക്കെ ചെയ്യുന്ന ലെവലിലുള്ള ഒരു സാധനം ചെയ്യുന്നില്ല. പ്ലാനിങ് പ്ലോട്ടിങ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനകത്തൊന്നും എവിടെ ഒരു കുത്തിത്തിരിപ്പ്. ഇപ്പൊ ഷാനവാസ് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് കണ്ടു, അക്ബറാണ് അവരെ പുറത്തു കൊണ്ടുപോയി ലക്ഷ്മിനെയും ബിന്നിനെയും ഇരുത്തിയിട്ട് ആ മാവ് കുടഞ്ഞ പ്രശ്നത്തിൽ സംസാരിപ്പിച്ചു. അത് സംസാരിച്ചോട് കൂടിയിട്ട് അത് നിന്റെ ബുദ്ധിയാണ്, അത് നാട്ടുകാരിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടി നീ ചെയ്തതാണ് എന്നൊക്കെ. ആക്ച്വലി ഈ പറയുന്ന ഷോനവാസാണ് ആ വീട് നടന്ന് പാറിപ്പറന്ന് മറ്റേ കോളാമ്പി വെച്ചിട്ട് ആ സീനിനെ കുറിച്ച് എല്ലാ പ്രശ്നത്തിനെ കുറിച്ചും ഷാനവാസിന്റെ പറഞ്ഞു നടക്കല്. അവിടെ എങ്ങനെയാണ് അത് അക്ബറിന്റെ സീനായി മാറണേന്ന് പറഞ്ഞാൽ അക്ബറിനെ ഞെട്ടിയിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട്, ഞാനെപ്പോ ചെയ്തു. അക്ബർ ആകെ ഞെട്ടി. ഇവിടെ ഇതന്നെ സംഭവം. അതായത് അക്ബർ ചെയ്തു, അക്ബർ പാറ വെച്ചു. ഇപ്പൊ ഈ പറഞ്ഞ സീക്രട്ട് ടാസ്ക് അതെ അക്ബർ കളിക്കും. സീക്രട്ട് ടാസ്കിന്റെ കാര്യം വരുമ്പോ ആ സീക്രട്ട് ടാസ്ക് പൊട്ടിച്ചത് ഷാനവാസാണ്. അത് അവന്റെ അറിവില്ലായ്മയാണ്. അതായത് ഷോനെ കുറിച്ച് ഗെയിം കളിക്കാൻ അയാൾക്ക് അറിയില്ല, അയാളുടെ അറിവില്ലായ്മയാണ്. ഗെയിമിനെ കുറിച്ച് കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ ലെറ്റ് ഇറ്റ് ബി. പക്ഷേ ആ വീട്ടിൽ ഇപ്പൊ എത്ര ദിവസമായി, 10-70 ദിവസം നിന്നിട്ടും ആ ഷോന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതെന്തുവാണ് ഇങ്ങനെ പോണ ആൾക്കാർ ടോപ്പ് 5 അർഹത 70 ദിവസം അവിടെ നിന്നിട്ടും ആ ഷോന്റെ ഫോർമാറ്റ് മനസ്സിലാവുന്നില്ല, ട്രസ്റ്റ് വരുന്നില്ല. ഓക്കെ, ട്രസ്റ്റ് ആരോടും വരണ്ട, അനീഷിനോടുണ്ടോ ചോദിച്ചാൽ അനീഷിനില്ല. ഇന്ന് അനീഷിന് എന്ത് ചെയ്തില്ല, നോമിനേഷന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു, അനീഷ് അനുമോൾ. ഇതാണ് ഈ തേർഡ് റേറ്റ് ചീപ്പ് ചതിയൻ ചന്തു ഗെയിമാണ് ഈ പറഞ്ഞ ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടാസ്ക് എൻറ്റയർ ടാസ്ക് സീക്രട്ട് ടാസ്ക് മൂഞ്ചിച്ച് കാണിച്ചു കൊടുത്തുള്ളൂ എല്ലാരും. അത് കണ്ടല്ലോ എല്ലാരും. ബുദ്ധിപരമായ കളിയാണ് എല്ലാരും ഞാൻ ഗെയിം കൊളാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഇതില് ബുദ്ധി മാത്രമല്ല, അതിനകത്തൊരു മറ്റേ സാധനം ഉണ്ട്. ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ധോനി കിട്ടണം, ആര്യന് കിട്ടരുത് എന്നുള്ളൊരു സാധനം അതിനകത്തുണ്ട്. അത് പറഞ്ഞല്ലോ, ആര്യനൊന്നും കിട്ടരുത്, ആര്യന് അങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടരുത് എന്നുള്ള ഐറ്റം കൂടി ഷാനവാസിന്റെ കയ്യിലുണ്ട്. അപ്പോ അക്ബർ നൈസായിട്ട് ഇതിനിടയിൽ ഷാനവാസിനെ എടുത്തിട്ടത്, അക്ബറിന്റെ ഗെയിം അക്ബർ പറഞ്ഞു എന്ത്, ഷാനവാസ് വന്നാൽ ആദിലും നോറേനും കൺവിൻസ് ചെയ്യാൻ സുഖമാണ്. അപ്പൊ ഒരാള്, ആ 3 പേരിൽ ഒരാള് വന്ന ആ ഗെയിം എത്ര ലെവലിൽ മുന്നോട്ട് പോകുന്ന അറിയില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അവരിൽ ഒരാൾ വന്നാൽ ബാക്കി 2 പേരും കൺവിൻസ് ചെയ്ത് ആ ഒരാൾ കൊണ്ടുവരും. അത് അക്ബറിന്റെ ക്ലിയർ ഗെയിമാണ്. അവിടെയാണ് അക്ബർ എന്ന് പറഞ്ഞ ഗെയിമർ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ എടുത്തു നോക്കേണ്ടത്. പലരും പലപ്പോഴായിട്ട് അക്ബർ ദ ഗെയിമറിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബർ ആ ഗെയിം അവിടെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് കൊടുത്ത ആ സാധനം അവിടെ പൊളിഞ്ഞില്ല, ഇതിന്റെ അടുത്തടുത്ത ലെവലിലേക്ക് പോണു. അപ്പൊ 11 പേരും അവിടെ എന്താണ് ഇൻവോൾവ് ചെയ്ത് ഗെയിം കളിച്ചിട്ട് സാബുമോനെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ ടാസ്ക് മുന്നോട്ട് പോകുമ്പോ അത് ആ രീതിയിലാണ് പോയിരുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു, മനസ്സിലായോ? എതിരെ കളിക്കാൻ പറ്റില്ല, കളിച്ചില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഷാനവാസ് അറിഞ്ഞുകൊണ്ട് കളിച്ചതോ അല്ല, ഷാനവാസ് അറിയാതെ എന്നല്ല, വിവരക്കേടും ഉണ്ട്. മണ്ടൻ സാധനം അടിച്ചിട്ടാണ് ആ സംഗതി പോയത്. അതില് പറയുന്നുണ്ട്, ആദില നൂറ് അനുമോളെ വിളിച്ചാൽ ഒരാൾ അറിഞ്ഞാൽ 2 പേരും അറിയും. അപ്പൊ ടാസ്ക് പൊളിയും. അതിനേക്കാൾ നല്ലത് ഇവരെ മാറ്റിയിട്ട് ഷാനവാസിനെ മാത്രമല്ല, അനീഷിനെ വിളിക്കാത്ത കാരണം പറഞ്ഞു പോയി പണിയൊക്കെ പ്രശ്നം. കാരണം അനീഷ് ഷാനവാസ് പോയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നീ നിന്റെ പണി നോക്ക്. നെവിന്റെ കാര്യം പറഞ്ഞു, അത് ക്ലിയർ സാധനം ക്ലിയർ സാധനമാണ് ആര്യം പറഞ്ഞത്. അക്ബർ പറഞ്ഞത് ഏത് ഫുഡ് അല്ല, ഫുഡ് കണ്ടാലല്ല, അത് ഞാൻ പറയില്ല. കാരണം ആര്യന് ബുദ്ധിയുണ്ട്. ആര്യൻ നല്ല വളഞ്ഞ വിത്ത സീക്രട്ട് ടാസ്ക് കൊടുത്താൽ ചെയ്യാൻ ആര്യന് നന്നായിട്ട് പറ്റും. ഞാൻ ഏത് പോയിന്റിലും അറിയും ഇവരെ സപ്പോർട്ട് ചെയ്തത് ആരെ, അക്ബറിന് നെവിനെ പറഞ്ഞത്. നെവിൻ ട്രസ്റ്റ് വർത്തി അല്ലാന്ന് നെവിൻ തന്നെ പറഞ്ഞു. അതാണ് നെവിൻ തന്നെ പറഞ്ഞു നടക്കാണ്, നെവിൻ ട്രസ്റ്റ് വർത്തി അല്ല, എന്നെ നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് നെവിൻ തന്നെ പറഞ്ഞു നടക്കുമ്പോ ദാറ്റ്സ് എ വാലിഡ് റീസൺ. അതൊരു വാലിഡ് റീസൺ ആണ്. അത് നെവിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നെവിൻ തന്നെ പറഞ്ഞു ഞാൻ കള്ളത്തരം കാണിക്കും, ഞാൻ കള്ളനാണ്, ഞാൻ ട്രസ്റ്റ് വർത്തി അല്ല, നെവിൻ പറയുന്നത് കൊണ്ട് നെവിൻ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് നെവിനെ ചൂസ് ചെയ്യാതിരുന്നത് ആ ഒരു റീസൺ അവർക്ക് പറയാം. പക്ഷെ അല്ലാത്ത റീസൺസ് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം നെവിൻ ഈസ് എ സൂപ്പർ ഗെയിമർ, അടിപൊളി ഗെയിമർ. ആ ഒരു റീസണിന്റെ മുകളിൽ നെവിനെ ചൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഓക്കെ, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അല്ലാത്ത റീസൺസിന്റെ മുകളിൽ ഇപ്പൊ ഫുഡ് കണ്ടപ്പോ ചാടി കളിച്ചു നെവിൻ ചെയ്യില്ല, നെവിൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ അക്ബർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിളിക്കുന്നത് നെവിനെ ആയിരുന്നു. എനിക്ക് അങ്ങനെ തോന്നി. അക്ബർ കഴിഞ്ഞ അടുത്ത അല്ല ലക്ഷ്മി മോനെ, ലക്ഷ്മി ഏതാക്കും. ഈ ലക്ഷ്മിയും ഈ ഷാനവാസിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ്. അത് ശ്രദ്ധ, അതായത് ഷാനവാസിന്റെ ഒരു സോർട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലീൻ വേർഷനാണ് ആര്, ലക്ഷ്മി എന്ന് പറയുന്നത്. ഷാനവാസ് ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ. അപ്പൊ ഷാനവാസ് എന്താ തിങ്ക് ചെയ്തത്, ഇത് എനിക്കിട്ടുള്ള പണിയാണ്. ഇതേപോലെ ഓവർ തിങ്ക് ചെയ്ത സാധനമാണ് ലക്ഷ്മി. ലക്ഷ്മി എന്താ ചെയ്തത്, ശരിക്കും ലക്ഷ്മി അവിടെ എന്താ ചെയ്തത് അറിയോ, അക്ബറിനെ വലിയൊരു ഗെയിമറാക്കി. അക്ബർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അക്ബർ എന്ത്. അക്ബർ ചിന്തിച്ച ഗെയിം ആദിലാനോറേനെ ബൈ 1 get 2 ആണ്, get 2 get 3 ആണ്. ആര് അനുമോളും കൂടി പോരുമല്ലോ. ഇതാണ് അക്ബർ ആലോചിച്ചത്. പക്ഷെ ലക്ഷ്മി അക്ബറിനെ കൊടൂര ഗെയിമറാക്കി, എല്ലാരും പേടിക്കുന്ന ഗെയിമറാക്കി. അതായത് ഷാനവാസിനെ മനഃപൂർവ്വം വിളിച്ചു കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യാൻ. അതിൽ ഷാനവാസ് കൈയടിക്കാതിരുന്നത് അല്ല, മണ്ടനാണ് ഇവൻ. കാരണം ഇത്രയും ദിവസം തമ്പുരാട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ലക്ഷ്മിന്റെ പിന്നാലെ നടന്നിട്ട് അപ്പം കണ്ടവനെ അപ്പ വിളിക്കുന്ന സ്വഭാവമാണ്. സീരിയസ്ലി ഷാനവാസിന് അപ്പം കണ്ടവനെ അപ്പ വിളിക്കുന്ന സ്വഭാവമാണ്. അക്ബർ പൊളിഞ്ഞല്ലോ, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല, ലക്ഷ്മി അക്ബറിനെ പൊളിച്ചല്ലോ, അതിന്റെ സന്തോഷമാണ്. കെട്ടിപ്പിടുത്തും ഒക്കെ ആയിരുന്നു കാണിച്ചത് നേരത്തെ. വലിയ മൈൻഡാണ് കാണിക്കുന്നത് മോനെ. എന്നിട്ട് അതിനിടയില്
ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അയ്യോ അതൊക്കെ ഏറ്റവും ദേഷ്യം എന്നറിയോ, ആ ബോഡി ലാംഗ്വേജ് നിനക്കുള്ള പണി 7 മണി ആയപ്പോ താങ്ക് യു, അതാണ് ലാലേട്ടൻ നല്ല ദേഷ്യം വന്നത്. അല്ല ലാലേട്ടനെ ഇല്ലാതാക്കല്ലേ ഇവൻ. അതിന് ഷാനവാസിന് ഒരു കാര്യമുണ്ട്, ഷാനവാസിനെതിരെ പറഞ്ഞാലോ ഷാനവാസിനാണ് അടി വരുന്നതെന്ന് കണ്ടു ഷാനവാസിന്റെ നിക്കപ്പുറത്ത് ഷാനവാസ് ലാലേട്ടനോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചത്. ഇതിപ്പോ ആര്യൻ അന്ന് ചെയ്തതിനേക്കാൾ മോശമായിട്ടാണ് ഷാനവാസ് ഇന്ന് ലാലേട്ടനോട് ബിഹേവ് ചെയ്തത്. ലാലേട്ടൻ ആ ഷോനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് സംഗതി തിരിച്ചു വന്നത്. ശരിക്കും ലാലേട്ടൻ എന്താ ചെയ്യേണ്ട അറിയോ, ലാലേട്ടൻ സൽമാൻ ഖാനൊക്കെ ചെയ്യണോ അതിൽ ഇറക്കി വിടണം ഷോന്ന്. ലാലേട്ടനോട് ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറങ്ങി പോടാതെ അടുത്താഴ്ച പണി കിട്ടിക്കോളും ഷാനവാസ്. ഇറങ്ങി പോകാൻ പറയണം. അല്ല എന്താ ഇമാതിരി അരപ്പത്തരം കാണിച്ചിട്ട് പിന്നെ അവിടെ കിടന്നൊരു പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. ലാലേട്ടൻ സംസാരിക്കും, ലാലേട്ടൻ പറയുമ്പോ താങ്ക് യു മോനെ ഇങ്ങനെയല്ലോ താങ്ക് യു തന്നെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയാം നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അറിയണ്ട. അപ്പൊ അല്ലല്ല അല്ലാട്ട് അങ്ങനെയല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡും കാണിക്കലും ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിയില് വലിയ ആളാണ് സംഭവമാണല്ലോ. ലക്ഷ്മി എന്റെ ഇടയിൽ പറയുന്നുണ്ട് മുന്നത്തെ സംഭവം ഒരു ക്യാരക്ടർ പിടിച്ചെടുക്കുകയാണ്, മുണ്ട് മടക്കി കുത്തി വീഴ്ച അത് മാസാണെന്നാണ് വിചാരം. അറിയാം വലിയ ലക്ഷ്മിന്റെ ചീപ്പ് ഗെയിം കണ്ടു. ലക്ഷ്മിയുടെ ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വിചാരിക്കുന്നത് എന്താ അറിയോ, ശരിക്കും അക്ബർ അവിടെ അങ്ങനെ പ്ലാൻ ചെയ്ത് കളിച്ചതാണ്. അതാണ് ലക്ഷ്മി തിങ്ക് ചെയ്യുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് അറിയാലോ, കണ്ട പ്രേക്ഷകർക്ക് അറിയാം അക്ബർ എന്താ ചെയ്തത്. ജെന്യൂനായിട്ടാണ് അക്ബർ പറയും. ഇനിയിപ്പോ അതിൽ ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 പേരെ ബൈ 1 get 3 ഗെയിമാണ് അക്ബർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അക്ബർ പറഞ്ഞു എനിക്കിപ്പോ സന്തോഷായി ഷാനവാസ് എക്സ്പോസ് ആണ്, ഷാനവാസ് പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മെയിൻ ഫാക്ടർ. ഓ ഇന്റെ മോനെ, അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ അനീഷ് ആക്ച്വലി ഷാനവാസിനെ ഞാൻ പറഞ്ഞല്ലോ എവിടെയോ ഒരു നല്ല ഫ്രണ്ടായിട്ട് അയാൾക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കുറേയൊക്കെ അയാൾക്ക് മാറിയിട്ടുമുണ്ട്. എന്നിട്ടും ഷാനവാസിനെ അയാൾ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു, ആ കൂട്ടത്തിൽ നിന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അത് ചൂസ് ചെയ്യാൻ വേറെ റീസൺ ലാലേട്ടൻ്റെ ഫ്രണ്ടിലും കൂടി ആകുമ്പോൾ എന്താ മോനെ ഫ്രണ്ടായ ഷാനവാസിനെ ചൂസ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടി വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കണം. എന്നാലും അയാൾ ചൂസ് ചെയ്തോടെ, അത് അയാളുടെ നല്ല കാര്യം. കാരണം അയാൾ ഇപ്പോഴും സ്റ്റിൽ ഷാനവാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ടാണല്ലോ ചൂസ് ചെയ്തു. ഷാനവാസ് എന്ത് പരിപാടിയാണ് കാണിച്ചത്. നേരെ അനുമോളെ പിടിച്ചിട്ട് ഷാനവാസ് അത്രയും എക്സ്പോസ്ഡ് ആയി പോയി ഷാനവാസ്. എന്ത് കാര്യത്തിനാണ് അവിടെ വിറ്റെന്നറിയോ, എന്നെ അനീഷിനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതെങ്ങനെയാണ് വിചാരിക്കല്, ഇത്രയും ബുദ്ധിമാനാണല്ലോ. അപ്പൊ വീണ്ടും പൊട്ടറാന്നുള്ളത് തെളിയിക്കുകയാണോ എന്നിട്ട് അവിടെ കിടന്ന് മെഴുകുക, ലിറ്ററലി അവിടെ കിടന്ന്. അനീഷ് ഇനി എത്ര മനസ്സിലായാലും എന്താ പറയാ, അനീഷ് ഷാനവാസിന്റെ കേസിൽ ഒരു സോഫ്റ്റ് കോർണർ എന്താണെങ്കിലും അനീഷ് ഇനി വിടാൻ പറ്റില്ല. ഇനി വിട്ടാൽ തന്നെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം പ്രേക്ഷകമില്ല, സംഗതി പറഞ്ഞു പോയി. ഇനിയിപ്പോ അതിന് വേറെ വഴിയില്ല. അനീഷിന് അത് കൊണ്ടുനടന്നേ പറ്റൂ. അതൊരു ബാഗേജ് പോലെ ആയിപ്പോയി അത് അനീഷിനെ അത് കൊണ്ടുനടന്നേ പറ്റൂ. പക്ഷെ അവിടെ അനീഷിന് വേറെ കാര്യമുണ്ട്. അനീഷ് തന്നെയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത്. സേഫ് ആക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ വീണ്ടും സേഫ് ആക്കാൻ അവിടെ ഞാൻ പറയാം, അത് അനീഷിന് ഗെയിം ഉണ്ട്, സോഫ്റ്റ് കോർണറും ഉണ്ട്, അനീഷിന് ഗെയിമും ഉണ്ട് അവിടെ. കാരണം ലാലേട്ടന്റെ മുന്നിൽ ഇല്ലെങ്കിൽ ലാലേട്ടൻ ഓബിയസ്ലി ചോദിക്കും എന്റെ ഫ്രണ്ടായ ഷാനവാസിനെ സേഫ് ആക്കണം എന്ന് അനീഷ് പറയുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നതുകൊണ്ട് അനീഷ് എന്ത് ചെയ്തു, അവിടെ ഷാനവാസിനെ പറഞ്ഞു. പിന്നെ ഉള്ളിലുള്ള ചെറിയൊരു, ഞാൻ പറയാം വലിയ തലയിൽ ചെറിയൊരു കൺസിഡറേഷൻ ഷാനവാസിന് അനീഷിനോടുണ്ട് എന്നുള്ളൊരു സംഗതിയും കൂടി ആവുമ്പോഴത്തേക്ക് ആ ഗെയിം ആണ് സെറ്റായി. ഓക്കെ, പക്ഷെ അവിടെ ആ അനീഷിന്റെ ഗെയിമും ചെറുതായിട്ട് എന്തായി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയത് ഷാനവാസിനാണ്. ലക്ഷ്മിയുടെ വാക്കുകൊണ്ട് പക്ഷെ ഒന്നും നടക്കില്ല. എന്തായാലും അനുമോളെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അനുമോള് മതി, എന്നിട്ട് അതിനൊരു ലൊട്ട ന്യായീകരണം കൊടുത്തു. അല്ലാണ്ട് ഇപ്പൊ 2 കാര്യങ്ങളിലാണ് ഷാനവാസ് എക്സ്പോസ്ഡ് ആയിരുന്നു. മറ്റേ കാര്യത്തിൽ ഇതിലും വെച്ചിട്ട് ഷാനവാസ് മൊത്തത്തില് ഇരുന്ന് വേറെ കാര്യം ഷാനവാസിന്റെ മുന്നിന്ന് കാണിച്ചു കൊടുത്തു അക്ബറാണ് ഷാനവാസ് തെരഞ്ഞെടുക്കാൻ വേണ്ടി ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന സാധനം. അപ്പോഴും ഷാനവാസിന് ബോധമില്ല, അക്ബറിനെ ചതിക്കില്ല എന്നുള്ള സാധനം. അതിന് മനപ്പുറം ഇട്ട് കൊടുത്തത് തോന്നുന്നുണ്ട് അക്ബർ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ ഷാനവാസിന് അതുകൊണ്ട് ഒരു വലിയ യൂസ് ഒന്നും ഇല്ല. അങ്ങനെ ഷാനവാസ് എന്താ പറയാ എക്സ്പോസ്ഡ് ഗാർഡ്, എക്സ്പോസ് ഗെയിമർ എന്നാണ് ഷാനവാസിനെ മണ്ടൻ മൈൻഡർ മറ്റേ അങ്ങനെ എന്തെങ്കിലും ഷോനവാസിന്, അല്ലാതെ വേറെ വഴിയില്ല.
പിന്നെന്താ മറ്റേ ആദിലാനൂറിന്റെയും കാര്യം പറഞ്ഞിട്ടില്ലേ, അതിലെന്നെ അടിച്ചപ്പോഴുള്ള കാര്യം ഷാനവാസ് ആയോണ്ട് ഞാൻ വിട്ടു എന്ന് പറഞ്ഞത്. അല്ല അത് സീരിയസ്ലി അത് ഞാൻ അപ്പോഴും ഞാൻ അതാ നമ്മളാ എപ്പിസോഡ് വീഡിയോ അല്ല അത് പിന്നെ വീടില്ല, ഞാൻ പറഞ്ഞില്ലേ സൽപുത്രനാണല്ലോ. അല്ല ഇനിയിപ്പോ സൽപുത്രനാണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ആ ആദിലയുടെ ഒരു സ്റ്റാൻഡ് തല്ലിയിടുന്ന പുറത്തേക്കത്ത് ഐഡിയ അതാ പറഞ്ഞ ആദിലേക്ക് കംപ്ലൈന്റ് കൊടുക്കണം. ഷോയില് കംപ്ലൈന്റ് ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ സീസണിൽ തമ്മിലടിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് ബാക്കിയുള്ളവർ യൂസ് ചെയ്തിട്ടും കാര്യമില്ല. ഓപ്പോസിറ്റ് ഇപ്പൊ റസ്മിനും ജാസ്മിനും തമ്മിലുണ്ടായ അടി നല്ല അടി ചെയ്യുന്നത് ഊറ്റ അടിയാ മുഖത്തേക്ക് അടിച്ച ടപ്പയെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവിടെ പോയിട്ട് അവർ കെട്ടിപ്പിടിച്ച് പോകുന്നില്ലേ. ഒരാൾക്ക് കംപ്ലൈന്റ് ഇല്ല. ആര്യൻ ശരിക്കും പറയണേന്നു, ആര്യൻ ശരിക്കും ഇടി പറയണേന്നു, അതൊന്നും കാണിച്ചില്ലല്ലോ, നാളെ കാണിക്കണ്ടാവില്ലേ രാത്രി ഇടിച്ച സംഭവം. അല്ല അത് ഇന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോയല്ലോ, ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് പോയി. പക്ഷെ പണിഷ്മെന്റ് ഷാനവാസിന് കിട്ടണം. നാളെ എന്തായാലും കിട്ടിക്കോളൂ അതിന്റെ ബാക്കിയുള്ളത്. ആദിലേക്ക് സംഗതി ഏകദേശം മനസ്സിലായി. അതായത് ഷാനവാസ് നിന്ന് പൊളിഞ്ഞപ്പോ സാധനം കത്തി. ഇമോഷണൽ അറ്റാച്ച്മെന്റ്. കാരണം ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ആദിലെന്ത് ചെയ്യാഞ്ഞത്, ആ കംപ്ലൈന്റ് ചെയ്യാഞ്ഞത്. അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദിലെ സ്പോട്ടിൽ കംപ്ലൈന്റ് ചെയ്യില്ലേ, സ്പോട്ടിൽ അവിടെ സീനാക്കില്ലേ, അവിടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇനി ഈ പേരിൽ പറഞ്ഞ എന്നെ പുറത്താക്കിയാലും നീ നോക്കണ്ട, ഞാൻ പുറത്തായാലും എനിക്ക് കുഴപ്പമില്ല. അല്ല അതെന്താ പറയാ, എല്ലാം കട്ട് ചെയ്യാൻ പോവാണ്. ആദില കട്ട് ചെയ്യണം. ഞാൻ പറയുമ്പോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദില ടോപ്പ് 5 കൺഫേം ആണ്. ഒരു കണ്ടസ്റ്റന്റ് നൂറില്ല, നൂറൊക്കെ ഏറ്റവും നല്ല മണി ബാഗ് എടുത്തിട്ട് പോരുകയാണ്. പക്ഷെ ആദില ഈ പറഞ്ഞ മാതിരി ഷാനവാസിനോടുള്ള ഒരു അറ്റാച്ച്മെന്റും കുറച്ച് അനുമോളായിട്ട് ഓക്കെ സമ്മതിച്ചു. അതുകൊണ്ട് ആദിലെന്താ പറയാ, ആദില നല്ല രീതിയിൽ കിട്ടുമ്പോ അനുമോക്ക് പറയാറുണ്ട്, അനുമോളെ പറയാറുണ്ട്, അനുമോള് തിരിച്ചും പറയാറുണ്ട്. പക്ഷെ ഷാനവാസിന്റെ കേസ് അങ്ങനെയല്ല. അതില് ശരിക്കും അതിലേക്ക് എന്താ പറയാ, ഒന്നാമത്തെ വിഷയം ഉപ്പാനുള്ള ഒരു സ്നേഹവും ഫാമിലി അറ്റാച്ച്മെന്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അല്ല. എന്നാലും ഞാൻ പറയുന്ന അങ്ങനെ ഒരു ബ്രദർ സംഗതി കിട്ടിയപ്പോ അതിൽ ഇതായി പോയതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. അതില് തിരിച്ചറിഞ്ഞ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഷാനവാസിനെ മാറ്റി നിർത്തി അല്ലെ പോയിന്റ് ഔട്ട് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ അതില കുറച്ച് ഷാനവാസ് നിന്നോട്ടെ, കണ്ടന്റ് അല്ലേ. ഷോനവാസിനെ നമുക്ക് സ്റ്റാർ ഷോനവാസിനെ നമുക്ക് ആഴ്ചക്ക് കിട്ടൂലോ. ഇനി വരും, എന്തായാലും വരും. അത് ഓരോ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. അതെ. ആ നെവിൻ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടമായിട്ട്. ഇത്ര ദിവസം എനിക്ക് ഇവിടെ നിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇനി എനിക്ക് നിക്കണം എന്നുള്ളത്. അല്ല നെവിൻ നിൽക്കുന്നത് നല്ലതാ. നെവിൻ നിന്ന ഗെയിം വരും, നെവിൻ നിന്ന ഗെയിം വരും എന്നുള്ള കാര്യം എന്റർടൈൻമെന്റും ഉണ്ട്, സംസാരം ഭയങ്കര ഇഷ്ടമാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം ആരെങ്കിലും പുറത്തു പോയോ ഇല്ലയോ എന്നുള്ളത് നാളെ നമുക്കറിയാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്താണെങ്കിലും തകർത്തു. ഒരു തകർപ്പൻ എപ്പിസോഡ് ബൈ കപ്പിലാലേട്ടൻ തൂക്കും, ഉറപ്പാണത്. എനിക്ക് ഇതിന്റെ മേക്കേഴ്സിനോട് പറയാനുള്ളത് എല്ലാ സീസണിനും വിട്ടിട്ട് ഈ സീസണിൽ അത് ചെയ്യണം. ലാലേട്ടൻ നിങ്ങളൊരു കപ്പ് കൊടുക്കണം. മറ്റേ കപ്പുകൾ ഈ സീസണിൽ ആർക്ക് കൊടുക്കും, സീസൺ 7 ടൈറ്റിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോ. നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഒരു കപ്പ് ലാലേട്ടൻ അല്ലേ, അല്ലെ ഒരു ബെസ്റ്റ് എന്താ പറയാ സീസൺ ഫോർ ഹോസ്റ്റ് സീസൺ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടൻ വെറുതെ നിങ്ങളൊരു കപ്പ് കൊടുക്കി അല്ലെ, ഞങ്ങൾ ഇഷ്ടത്തിന് ഒരു കപ്പ് നിങ്ങൾ കൊടുക്കണം.